കത്തുന്ന വേനലാണ് കേരളത്തിൽ. എന്നാൽ സൗദിയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് അസാമാന്യമായ മഴയാണ്. സൗദിയിലെത്തിയ മഴയുടെ കാഴ്ചകളാണ് ഇനി. സമീപകാലത്ത് റെക്കോർഡ് മഴയാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തത്. ജിദ്ദയും മക്കയും ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ പ്രവിശ്യയിലെ നഗരഭാഗങ്ങൾ ഒഴികെ മഴ തിമിർത്ത് പെയ്തു. കിഴക്കൻ പ്രവിശ്യയിൽ അടുത്തടുത്ത് 2 തവണയാണ് മഴ ഇരമ്പി ആർത്ത് പെയ്തത്. റിയാദിലൊരു പ്രാവശ്യം ഏറ്റവും എൻ്റെ ഓർമ്മയിൽ ശക്തമായതുപോലുള്ള മഴ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ശക്തമായൊരു മഴ സൗദി അറേബ്യയിൽ എൻ്റെ ഗൾഫ് ലൈഫിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇടയ്ക്കിടയ്ക്ക് മഴ വന്നു പോകും, അല്ല ഇടയ്ക്ക് കട്ടാവും, ആ രീതിയിൽ. പക്ഷേ ഇങ്ങനെ ഇത്രയും ശക്തമായൊരു മഴ നാട്ടിൽ പോലും ചില സമയത്ത് ഇത്രയും ശക്തമായ മഴ കണ്ടിട്ടില്ല പല സമയത്തും. ആ രീതിയിലുള്ളൊരു മഴയാണ് എൻ്റെ ഒരു ലൈഫ് അനുഭവത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഗൾഫിൽ ലൈഫ് അനുഭവത്തിൽ കാണുന്നത്. എന്താ കാര്യം എന്നുള്ള അറിയില്ല. എന്ത് തന്നെ ആയാലും ഇവിടെ കാലാവസ്ഥയിൽ ഒരു വലിയൊരു മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഖസീം പ്രവിശ്യയിലും സമാനമായിരുന്നു സ്ഥിതി. മരുഭൂപ്രദേശത്ത് ഇതുപോലെ കാറ്റെത്തി. പിന്നാലെ ഉനൈസ ഉൾപ്പെടെ ഖസീമിലെ വിവിധ ഭാഗങ്ങൾ കണ്ടത് സമീപകാലത്തെ ഏറ്റവും ശക്തമായ മഴയാണ്. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിലായി. അൽഹംദുലില്ലാ, മഴ വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. സാധാരണ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മഴ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനെ അനുസരിച്ചിട്ട് നമ്മുടെ വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ട് വേണം നാട്ടിൽ പോകണമെങ്കിൽ. ഇത്തവണ അതിലുപരിയായിട്ട് നാട്ടിലുള്ള ആൾക്കാർ ഒരു മഴ കാണാൻ കൊതിക്കുന്ന സമയത്തൊക്കെ ഇവിടെ കടുത്ത പേമാരി വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, നോമ്പ് സമയമായിട്ട് വരെ നമുക്കിവിടെ ഒരു വിഷമം അനുഭവിക്കാത്ത രീതിയിലാണ് മഴ നമ്മളെ തലോടിക്കൊണ്ടിരുന്നത്. പെരുന്നാൾ കഴിഞ്ഞ് ഇപ്പോൾ ഈ മെയ് ഫസ്റ്റ് വീക്ക് വരെ നമുക്ക് ആ മഴയുടെ അനുഭവം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഒരു മഴ എന്ന് പറയുന്നത് പടച്ചവനിൽ നിന്നുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മളെ പ്രവാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസീർ, അൽബഹ, നജ്റാൻ, ജീസാൻ തുടങ്ങി വിവിധ ഭാഗങ്ങളിലും മഴയെത്തി. ഇവിടെ മഴ ഈ സീസണിൽ സാധാരണമാണ്. എങ്കിലും ഉൾപ്രദേശങ്ങളിൽ ഉണ്ടായത് കനത്ത മഴയാണ്. പല ഭാഗത്തും വാഹനങ്ങൾ പോലും ഒലിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. മരുഭൂമിയിൽ മഴ മികച്ച കാഴ്ച സമ്മാനിച്ചത് മക്ക റിയാദ് റൂട്ടിലാണ്. ഇവിടെ മരുഭൂമിയുടെ ഒരു ഭാഗമൊന്നാകെ ആലിപ്പഴം മഞ്ഞുപോലെ പുതപ്പിച്ചു. ത്വായിഫിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള വാദി ഫാത്തിമയും അൽ ഫവാറ താഴ്വരയുമെല്ലാം നിറഞ്ഞൊഴുകി. റിയാദിൽ മഴയെത്തിയെങ്കിലും തീവ്ര സ്വഭാവത്തിലായിരുന്നില്ല. രാവും പകലുമായത് ശാന്തമായി പെയ്തൊഴിഞ്ഞു. നഗരപരിധിക്ക് പുറത്ത് പല ഭാഗത്തും പക്ഷേ ഇടിയും മഴയും കാറ്റും ശക്തി കാണിച്ചു. കഴിഞ്ഞ വർഷത്തേനേക്കാട്ടിൽ കാലാവസ്ഥ വ്യതിയാനം കൂടുതൽ സൗദി അറേബ്യയിലും സംഭവിച്ചു. ആ കാരണത്താൽ ഇവിടെ റമദാൻ മാസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ബിസിനസ്സുകളൊക്കെ നടക്കേണ്ടതായിരുന്നു. ഈ ഇരുണ്ടുകൂടിയ അന്തരീക്ഷങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ബിസിനസ്സുകാരെയൊക്കെ നല്ലതുപോലെ ബാധിക്കുകയും അതുപോലെ ഈ മഴ കാരണം ഒനീസയിലും സുൽഫിയിലൊക്കെ നല്ലതുപോലെ വെള്ളം കയറുകയും വിദേശികളുടെയും സ്വദേശികളുടെയും വാഹനത്തിനകത്തൊക്കെ വെള്ളം കയറുകയും അങ്ങനെ കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. എങ്കിൽ തന്നെയും മറ്റ് രാജ്യങ്ങളിൽ സംഭവിച്ച പോലുള്ള ഒരു നാശനഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായില്ല എങ്കിൽ തന്നെയും കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിൽ കൂടുതൽ മഴ സൗദി അറേബ്യയിൽ കിട്ടി എന്നുള്ളതാണ് സത്യം. റിയാദ് ഖസീം റോഡിലും സമാനമായിരുന്നു സ്ഥിതി. എൻ്റെ സൗദി പ്രവാസി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മഴ കിട്ടിയത്. നമ്മളെ ഖസീമിലും ഞാൻ താമസിക്കുന്ന ഇസ്കാൻ ഏരിയയിലൊക്കെ അതിശക്തമായ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഞാൻ ഡ്രൈവറാണ്, വണ്ടി സൈഡാക്കിയിട്ട അവസ്ഥ വരെ ഉണ്ടായി. ഹായിലും കനത്ത മഴയെത്തി. ഈ ആഴ്ചയും മഴ മുന്നറിയിപ്പുണ്ട്. അസീറിലേക്ക് ഈ മഴയ്ക്ക് പിന്നാലെ ഇനി സഞ്ചാരികൾ എത്തുന്ന സമയം കൂടിയാണിത്. ക്ലൗഡ് സീഡിംഗ് ഉൾപ്പെടെ സൗദിയിൽ മഴ ശക്തമാകാൻ സഹായിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും പ്രധാനപ്പെട്ട കാരണമാണ്.
സൗദിയുടെ പല ഭാഗങ്ങളിലും ആലിപ്പഴ വർഷത്തോടു കൂടിയാണ് ശക്തമായ മഴ ഉണ്ടായിട്ടുള്ളത്. തുടർച്ചയായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന മഴയാണ് ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വെച്ചിട്ട് അത്തരം ഒരു മഴയെ ഉൾക്കൊള്ളാനുള്ളൊരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. പല ഭാഗങ്ങളും വെള്ളത്തിൽ അടിയിലാവുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഓഫീസുകൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പല ഭാഗത്തും പച്ചവിരിക്കുന്ന മരുഭൂമിയുടെ കാഴ്ചകളും സൗദിയിൽ നിന്നും വരുന്നുണ്ട്. വ്യാപകമായി വനവൽക്കരണത്തിന് കോടികളാണ് ഭരണകൂടം ചിലവഴിക്കുന്നത്. മരുഭൂമികളിൽ പലതും റിസർവുകളാക്കി മാറ്റി പ്രവേശനം നിയന്ത്രിച്ചതോടെ പുല്ലും മേടും നിറയുന്നുണ്ട്. ഇത് പൊടിക്കാറ്റ് കുറക്കാനും സഹായകരമായി. 8% വർധനവ് ഒരു വർഷത്തിനിടെ മാത്രം സൗദിയിലെ പച്ചപ്പിന്റെ അളവിലുണ്ട്. വന്യമാണ് മരുഭൂമി എന്നത് അതിലൂടെ കടന്നു പോകുന്ന ആർക്കും മനസ്സിലാകും. അതിനകത്തെ മഴയും അങ്ങനെയാണ്. പെട്ടെന്ന് പിടികൊടുക്കാത്ത ഭാവം അതിനുണ്ട്. മരുഭൂമിയിൽ പച്ചപ്പ് നിറയുന്നത് അസാധാരണമാണ്.